ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വന്തമാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത ഒരു കിണറുണ്ട്. അതിൻ്റെ ചരിത്രം മുമ്പ് മീഡിയ വണ്ണിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രദേശം ഇപ്പോൾ ഒന്നാകെ ഒരു ചരിത്ര പ്രദേശമാക്കി മാറ്റുകയാണ്. ഒപ്പം ടൂറിസത്തിൻ്റെ സാധ്യതകൾ തേടി നിക്ഷേപകരെയും ക്ഷണിക്കുകയാണ് മദീന. പ്രവാചകന്റെ മദീന ഭരണകാലം. അക്കാലയളവിൽ മദീനയിൽ ഒരിക്കൽ വരൾച്ചയെത്തി. കുടിവെള്ളത്തിന് കനത്ത ക്ഷാമം. വെള്ളം ബാക്കിയായത് റൂമ അൽ ഗഫാരി എന്ന ജൂതന്റെ തോട്ടത്തിലെ കിണറ്റിൽ മാത്രമായിരുന്നു. ആ ജൂതന്റേതായിരുന്നു ഈ തോട്ടം. ഇതിനകത്ത് ഒരു കിണറുണ്ട്. അയാളുടെ പേരിനോട് ചേർത്ത് ബിഅർ റൂമ എന്നാണ് കിണർ അറിയപ്പെട്ടത്. വരൾച്ച മുതലാക്കി കിണറ്റിലെ വെള്ളം തീ വിലക്കാണ് ജൂതനായ റൂമ വിൽക്കാൻ തുടങ്ങിയത്. ഇതോടെ പ്രവാചകന്റെ അടുത്ത് സങ്കടവുമായി വിശ്വാസികളെത്തി. വെള്ളത്തിന്റെ ക്ഷാമവും സ്ഥിതിയും മനസ്സിലാക്കിയ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ഈ കിണർ വാങ്ങി ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റും വിധം ദാനം ചെയ്താൽ ദൈവത്തിന്റെ അരികിൽ അവർക്ക് ഇതിനേക്കാൾ നല്ല സമ്മാനമുണ്ടാകുമെന്ന്. ഇതായിരുന്നു റൂമയുടെ കിണർ. കിണർ സംബന്ധിച്ച വിഷയം പ്രവാചകന്റെ അരികിൽ നിന്നും അന്നത്തെ സമ്പന്നനായിരുന്ന സ്വഹാബിയും പിൽക്കാലത്ത് ഖലീഫയുമായി മാറിയ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അരികിലെത്തി. അദ്ദേഹം ഈ കിണർ അക്കാലത്ത് 12,000 ദീനാർ കൊടുത്ത് ജൂതനിൽ നിന്നും വാങ്ങി. പ്രത്യേക കരാറുണ്ടാക്കിയായിരുന്നു കിണർ വാങ്ങിയത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം എടുക്കാമെന്നതായിരുന്നു റൂമയുമായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ടാക്കിയ വ്യവസ്ഥ. ഒന്നിടവിട്ട ദിനങ്ങളിൽ റൂമക്കും അവസരം നൽകും. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ കിണറിന്റെ കാര്യത്തിലെടുത്ത തീരുമാനം റൂമയുടെ കൊള്ളക്ക് അറുതി വരുത്തി. അതിങ്ങനെയായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാന് വെള്ളമെടുക്കാൻ അവസരമുള്ള ദിനം അദ്ദേഹം അത് ജനങ്ങൾക്ക് സൗജന്യമായി തുറന്നു കൊടുത്തു. ഇതോടെ ആ ദിനങ്ങളിൽ മാത്രം ജനം പരമാവധി വെള്ളം ശേഖരിക്കും. ഇതോടെ റൂമയുടെ അവസരമുള്ള ദിവസങ്ങളിൽ പണം കൊടുത്ത് ആരും വെള്ളം വാങ്ങാതായി. പിന്നാലെ ചെറുവിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി റൂമയും പ്രശ്നം സൃഷ്ടിക്കാൻ തുടങ്ങി. ഒടുവിൽ 8,000 ദീനാർ കൂടി നൽകി കിണറും അരികിലെ തോട്ടവും പൂർണ്ണമായും ഉസ്മാൻ വാങ്ങി ജനങ്ങൾക്ക് സൗജന്യമായി തുറന്നു കൊടുത്തു. കുടിവെള്ളം നിഷേധിക്കപ്പെടുന്ന പാവങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഊർജം പകരുന്ന ചരിത്ര സ്മാരകമാണിതെന്ന് ഇസ്ലാമിക പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിൽക്കാലത്ത് കിണറിനും ഈ തോട്ടത്തിനുമെല്ലാം പേര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്റ എന്നായി. മസ്റ എന്നാൽ തോട്ടം എന്നാണ് അർത്ഥം. ഖലീഫയുടെ മരണത്തോടെ ഇത് വഖഫ് സ്വത്തായി മാറി. ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയിലെ ജന്നത്തുൽ ബഖീയിലാണ്. ഇതാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ്. അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന് ശേഷം ഇന്നോളം ഇത് വഖഫ് സ്വത്താണ്. അതായത് ഇവിടെ നിന്നുള്ള ലാഭവും ഈന്തപ്പഴത്തോട്ടത്തിലെ ലാഭങ്ങളുമെല്ലാം പാവങ്ങൾക്ക് വേണ്ടിയാണ് നൽകുന്നത്. കിണർ കാലക്രമേണ നശിച്ചിരുന്നു. പിന്നീടത് പുനർനിർമ്മിച്ചു. ഇപ്പോഴും പ്രവേശനത്തിന് ഇവിടേക്ക് നിയന്ത്രണമുണ്ട്. രാവിലെകളിൽ മാത്രമാണ് പ്രവേശിക്കാനാവുക. ഹറമിൽ നിന്നും 4 കിലോമീറ്റർ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ. ഈ തോട്ടവും കിണറും സംരക്ഷിക്കാനും പൂർണ്ണമായും പഴമയോടെ ജനങ്ങൾക്ക് തുറന്നു നൽകാനും പോവുകയാണ്. അതിനു മുന്നോടിയായി ഇവിടെ വികസനം വരും. ചരിത്ര പ്രാധാന്യം രേഖപ്പെടുത്തുന്ന ഫലകങ്ങൾ സ്ഥാപിക്കും. നടപ്പാതകളും ഇരിപ്പിടങ്ങളും വെള്ളം ശേഖരിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കും. ഇതിനായി സൗദിക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള നിക്ഷേപകരെ തേടുകയാണ് ഔക്കാഫ് ഇൻവെസ്റ്റ്മെന്റ്. മദീനയിലെ 100 കണക്കിന് ചരിത്ര പ്രാധാന്യമുള്ള കിണറുകളും ഇടങ്ങളും സംരക്ഷണത്തിലാണ്. ചരിത്രത്തിന്റെ പഴമയോടെ സംരക്ഷിക്കപ്പെടുന്ന ഓരോന്നും വിശ്വാസികൾക്ക് പ്രവാചക കാലത്തിലൂടെയുള്ള യാത്രയായി മാറുകയാണ്. വരൂ, മദീന നിശബ്ദമായി ചരിത്ര കഥകൾ പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ട്.